ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഹെൽത്തി വേർഷൻ ഓഫ് ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഫിറ്റ്നസ്സൊക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് ഒരു പെർഫെക്റ്റ് ഡെസേർട്ട് കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കൊരു അടിപൊളി ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ പാല്, കൊക്കോ പൗഡർ, വാനില എസൻസ്, ഹണി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് പുഴുങ്ങിയ നമുക്ക് ഈ കോഴിമുട്ട ഇട്ട് കൊടുക്കാം. കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് കൊക്കോ പൗഡറാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. മതിയാവും. വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. മതിയാകും. ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കണം. പാൽ ഞാൻ പൊട്ടിച്ചൊരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാലുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് മധുരത്തിന് ഇവിടെ ഹണി എടുത്തിട്ടുണ്ട്. കൂടാതെ ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മധുരത്തിന് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ ഒരു ബാർ എടുത്തിട്ടുണ്ട്. ഒരു ബാർ നമുക്കിനി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ചോക്ലേറ്റ് ആണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്തത്. അതിൽ കുറച്ചൊരു കയ്പ്പ് രസം കൂടുതലുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഹണിയും കൂടെ ഒഴിക്കുമ്പോൾ ബാലൻസ് ആയിക്കോളും. അപ്പോൾ ഇനി കുറച്ച് ഹണി കൂടെ ഒഴിക്കണം. അത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് കോഫി പൗഡർ, അത് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനാണ്, വേണമെങ്കിൽ കുറച്ച് കോഫി പൗഡർ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കോഫി പൗഡറിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫിയാണ്, അതും കൂടെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ഒന്ന് തരി തരി പോലെ ഉണ്ട്. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ച് നോക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങൾ, നമ്മുടെ മുട്ടയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അടിച്ചിട്ട് വരാം. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ചൊരു മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഹണി ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി ആണ് ഞാൻ ഹണി ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഹണിയും കൂടെ ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളൊരു ഹെൽത്തി വേർഷൻ നോക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ട് എടുത്തത്. അപ്പോൾ അത് ഒരു പ്രാവശ്യം കൂടെ അടിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ അടിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്ത് വെച്ചത്. ഇതിലോട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ചോക്ലേറ്റ് മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ടോപ്പിംഗ് എന്തെങ്കിലും ചേർക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഡയറക്റ്റ് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഞാനൊരു 2 hours ഫ്രീസ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരു 2 hours ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചു. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ പുറത്തെടുത്തു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു ചോക്ലേറ്റ് ഐസ്ക്രീം പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചോക്ലേറ്റ് ഐസ്ക്രീം പോലെയുണ്ട്. നമുക്കിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നല്ല സ്മൂത്ത് ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. എനിക്കിത് തണുപ്പിച്ച് കഴിച്ചപ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്. ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നുമില്ല. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.